സ്വാഗതം സെക്കൻഡ് ടെലിവിഷന്റെ പ്രേക്ഷകർക്ക് തീപിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിലേക്ക്. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് അവർക്ക് തീഷ്ണതയുണ്ട്, പക്ഷേ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മാത്രം. ഇന്ന് തീപിടിച്ചവരിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി പാലാ കത്തീഡ്രൽ ഇടവക അംഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വിളക്കുമാടം എന്ന സ്ഥലത്ത് ആ ഇടവകയിൽ താമസിക്കുന്ന ബ്രദർ ബാബു വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെയധികം ഭക്തിയിൽ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ഭക്തകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഭക്ത സംഘടനകളിൽ പ്രവർത്തിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി എല്ലാവരാലും നല്ല വ്യക്തി എന്ന് അറിയപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ധ്യാന അവസരത്തിൽ മനസ്സിലാക്കി, ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഭക്തസംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവചനം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഞാൻ ദൈവവുമായിട്ട് ഉള്ള ബന്ധത്തിൽ വളരെ അകലെയാണ്. എന്നാൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോയുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവം പിന്നെ അതിശയകരമായിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തെ വളർത്തി. ഇന്ന് തീപിടിച്ചവരിൽ നമ്മൾ ഈ അനുഭവങ്ങൾ കേൾക്കുകയാണ്. ബ്രദറെ, സ്വാഗതം. ചെറുപ്പം മുതലേ ഒരു ഭക്തനായിട്ട് വളർന്നു വന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ഭക്ത സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന, എല്ലാവരെ കൊണ്ടും നല്ലത് മാത്രം പറയിപ്പിച്ച അങ്ങനെ ഒരു ഗുഡ് ബോയ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വളരെ അകലെയാണ് കഴിയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ 2 കുട്ടികളുടെ പിതാവായിരുന്ന വേളയിൽ 34-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനം ആരംഭിച്ച ഒരു ജ്യേഷ്ഠൻ്റെ ജീവിതത്തിലെ മദ്യപാനത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ്, കുടുംബം തകരുന്ന ഒരവസ്ഥ. അന്ന് ഒരു 80 തുടങ്ങി ഒരു 93 വരെ ഞാൻ ഇവരെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലൂടെ കേരളത്തിലെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. ഒരു ഫലവും കിട്ടിയില്ല. ഇടവകയിലെ കൊച്ചച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് കോട്ടയം ആശ്രമത്തിൽ കൊണ്ടുപോയി. അവിടെ ശുശ്രൂഷ എന്നില്ലായിരുന്നു. അടുത്ത ഞായറാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ 4 വീലിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ മാത്രം ധ്യാനത്തിന് കയറ്റിവിട്ടിട്ട് ഞാനിഞ്ഞു പോകുന്നു. ഇതൊന്നും വേണ്ടാത്ത പണിയാന്നുള്ള ധാരണയായിരുന്നു ഞാനും ഇരുന്നത്. നമുക്ക് ആവശ്യമില്ല, നമ്മൾ മദ്യപിക്കുന്നില്ല, ഇല്ല, മറ്റ് മോശപ്പെട്ട ജീവിത രീതികളൊന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. പള്ളി പോക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഭക്തസംഘടനകളിലെ പ്രവർത്തനമുണ്ട്. പിന്നെ നമുക്ക് ഈ ധ്യാനം ഒന്നും കൂട്ട കാര്യമില്ല. ഇപ്പൊ മദ്യപാനിയായ ചേട്ടന്റെ മദ്യപാനം മാറ്റാൻ വേണ്ടി ധ്യാന ഹോളിൽ കൊണ്ടാക്കി നമ്മൾ തിരിച്ചു പോന്നു. അവിടുന്ന് അദ്ദേഹത്തെ ആക്കിയിട്ട് വന്നതറിയാതെ പുള്ളി തിരിച്ചു വന്നു. ഇത് ആവർത്തിക്കപ്പെട്ടു 2ാമത്തെ തവണ. 3ാമത്തെ തവണ ഞാൻ കൂടെ ഇരുന്നു. അത് ശരി. ആദ്യത്തെ 2 തവണയും ഇതുപോലെ ധ്യാനേന്ദ്രത്തിലാക്കിയിട്ട് തിരിച്ചു പോന്നു. ഇയാൾക്കൊരു മാറ്റം ഉണ്ടായില്ല. ധ്യാനം കൂടിയില്ല, ധ്യാനം കൂടാതെ തിരിച്ചു വന്നു പുള്ളി. ഓ, അത് ശരി. നമ്മൾ വരുന്നതിന് മുമ്പേ പുള്ളി വീട്ടിലെത്തി. അപ്പോൾ പാലക്കാരുടെ ഒരു സ്വഭാവം അനുസരിച്ച് സാധിച്ചിട്ടേ ഉള്ളൂ. ഞാനും കൂടെ ഇരുന്നു. ബലമായിട്ട് പുള്ളി അവിടെ ഇരുത്തി. 2 തവണയും വന്ന് കണ്ട ഒരു പ്രേക്ഷിതനോടൊക്കെ പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് പണി പറ്റിക്കണം, പുള്ളിയെ ആക്കണമെന്നുള്ള രീതിയിലൊക്കെ. ഞാനും കൂടി ഇരിക്കുമ്പോൾ ഡിവൈൻ മെയിൻ സ്റ്റേജിൽ നിന്ന് ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അകത്ത് കയറി പുള്ളിയെ ഇരുത്തി കഴിഞ്ഞപ്പം മനസ്സിലായത് ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സഹോദരനെ ഈശോ രക്ഷിച്ച സാക്ഷ്യം അദ്ദേഹം പറയുന്നതാണ്. ഞാനും അത് ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുന്ന വേളയിൽ ഒരു വചനം പറഞ്ഞത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇങ്ങനെ യെശയ്യാ 59:1 ഇങ്ങനെ പലതവണ പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനം കേട്ട് പിന്നെ അദ്ദേഹത്തെ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ കൊടുത്ത് ഇതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിലും ഇതെന്നാന്നുള്ള രീതി ഞാൻ ഇരുന്നു. ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റാക്കിയിട്ട് പോകണമെന്നൊരു ചിന്തയായിരുന്നു. എന്താണേലും ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം അകലെയാണ്, പാപമാണ് അകറ്റിയത്, ഇങ്ങനെയൊക്കെ കേട്ട് പെറുക്കി നിന്ന് നമുക്ക് കരങ്ങൾ ഉയർത്താമെന്ന് പറഞ്ഞു എല്ലാവരെയും സ്തുതിപ്പിക്കുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി
എന്താ ചെയ്യണമെന്നൊക്കെ അറിയാതെ നിന്ന് ഞാനറിയാതെ എൻ്റെ കരം പൊങ്ങി എന്നുള്ളതൊരു യഥാർത്ഥ വസ്തുതയാണ്. കരം പൊക്കി കുറച്ചു നേരം ഈ സ്തുതിയോട് ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ പോകാനിരുന്ന് ഞാൻ 4 മണി ചായം കഴിഞ്ഞ് വൈകുന്നേരത്തെ ആ ശുശ്രൂഷ മുഴുവൻ കൂടി ജ്യേഷ്ഠനെ ഒന്ന് നന്നാക്കി തിരിച്ചു പോരുമ്പോൾ ഞാൻ തനിയെ എൻ്റെ 4 വീലിൽ ഓടിച്ചു പോരുമ്പോൾ ആരോ എന്നോട് ഉള്ളി സംസാരിക്കുന്നു, നീ എന്നിൽ നിന്ന് അകലെയാണ്, നീ എന്നിൽ നിന്ന് അകലെയാണ്. അപ്പൊ ഇത് ഇരിപ്പിടത്തിനടിയിൽ അഗ്നി ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു അനുഭവം. ഞാൻ 10-12 തൊഴിലാളികളുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ ഇരുന്നിട്ടും എനിക്ക് ഇരിക്കപ്പുറതിയില്ല. ചുരുക്കി പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക്, അത് ഞാൻ എൻ്റെ ഡയറിയിൽ ഇപ്പോഴും ഉണ്ടത്, 994 ഫെബ്രുവരി 25 ബീയിങ് ബോൺ അഗെയിൻ ഞാൻ പോയി ഒരാഴ്ച ധ്യാനിച്ചു. ഇപ്പോൾ പല കാനാട്ടുപാറ മാനസിക രോഗികളുടെ ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്, മരിയസദനം. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രെയർ ഗ്രൂപ്പ്, ഗുഡ് ഷെപ്പേർഡ് പ്രെയർ ഗ്രൂപ്പ്, സന്തോഷ് എൻ്റെ ട്രസ്റ്റി, ഞങ്ങളുടെ പാലായിലുള്ള കുറച്ച് കൂട്ടുകാർ, ഹോട്ടലുമായിട്ട് ബന്ധമുള്ളവർ ഒക്കെ എന്നേക്കാൾ മുമ്പ് ഈ കൂട്ടായ്മയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് സന്തോഷ് എന്നോട് ഈ കൂട്ടായ്മയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ധ്യാന അനുഭവത്തിൽ നിന്നപ്പോൾ പനക്കലച്ചൻ, ഞാൻ എൻ്റെ ഒരു സഹപാഠിയായിട്ടാണ് ചേർന്ന് പോയത്. ഈ സഹപാഠി വാസ്തവത്തിൽ ഞങ്ങൾ ചേർന്ന് മദ്യ വ്യവസായത്തിലേക്ക്, ചാരായം, ബാർ ഹോട്ടൽ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലേക്ക് സാമ്പത്തിക രക്ഷയ്ക്ക് വേണ്ടി ഉദ്യമിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തും ചേർന്ന് ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ പനക്കലച്ചൻ പറഞ്ഞ ഒരു മെസ്സേജ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബാബുവിനെ കർത്താവ് തൊടുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൻ നീ അല്ലടാന്ന് എന്നോട് പറഞ്ഞു, നീ അല്ലടാ, ഏതായാലും നീ അല്ലെന്ന് പറഞ്ഞു. എന്നാണേലും ഞാൻ അത് കഴിഞ്ഞ് ഈ കൂട്ടായ്മയിലേക്കൊക്കെ വന്നപ്പോൾ അറിയാതെ ഉള്ള ഒരു മാറ്റം, ധ്യാനം കഴിഞ്ഞ് വ്യാപാര സ്ഥാപനത്തിൻ്റെ കൗണ്ടറിൽ ദിനേശ് ബീഡി, സിഗരറ്റ്, മാപ്രസിദ്ധീകരണങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം എടുത്തു മാറ്റി വചനോത്സവം വെക്കാൻ തുടങ്ങി. അപ്പൊ ഈ കുടുംബക്കാരൊക്കെ അതിനെ സമ്മതിച്ചു, പ്രത്യേകിച്ച് ജ്യേഷ്ഠന്മാരൊക്കെ കൂടി എല്ലായിടത്തും ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിലേക്ക് ഞാൻ വരുന്നത്. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, അവനെന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ MA പഠിക്കുമ്പം ഞങ്ങൾക്ക് സോണറ്റ്സിൽ ഷേക്സ്പിയറിൻ്റെ ഇത് കൂടാതെ തന്നെ ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പം അതും ബൈബിളും വചനോത്സവവും മാത്രമേ കൗണ്ടറിലുള്ളൂ. എന്തെങ്കിലും ഇതൊക്കെ വന്നാൽ ബൈബിൾ എടുത്ത് നോക്കും. ജ്യേഷ്ഠൻ വളരെ വ്യക്തമായി പറഞ്ഞു, എന്നെ വഴക്ക് പറയാനായിട്ടൊന്നുമല്ല, എടാ ഇത് എടുത്തുകൊണ്ട് പോയാൽ വായിലോട്ടൊന്നും പോവുകയല്ലെന്ന് പറഞ്ഞു. എങ്കിലും ഈ സഹോദരന്മാരുടെയൊക്കെ ഒരു നല്ല കുഞ്ഞായിരുന്നല്ലോ നമ്മൾ. അതെ അതെ. ഇപ്പൊ ആ കാഴ്ചപ്പാടൊക്കെ അങ്ങ് മാറി. അല്ല, എന്നെ അവര് നല്ല ഭാവിക്കാ പറയുന്നേ. അതെ, ഇതുകൊണ്ട് പോയാൽ വയലോട്ടൊന്നും പോവുകയല്ല എന്നുള്ളത്. പക്ഷെ ഞാനതിന് തർക്കുത്തരോ ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അറിയാതെ ദൈവം എന്നെ ഇങ്ങനെ ഓരോ കൂട്ടായ്മയിലേക്ക്, സന്തോഷ് ഇങ്ങനെ ഒരു അനുഭവത്തിൽ വാടക വീട്ടിൽ പാർപ്പിച്ചയാളെ താമസിക്കാനായിട്ട് അവിടെ പാർപ്പിക്കുന്നു. അപ്പം അതിലൊക്കെ ഒന്ന് സഹായം കൊടുക്കാൻ, പിന്നെ IMSൽ രാത്രി ആരാധനയ്ക്ക് മാസത്തിലൊരിക്കൽ ബസ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഇങ്ങനെയുള്ള ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്കൊക്കെ കർത്താവ് നയിച്ചു. കുറുമണ്ണ് പള്ളിയിൽ അച്ഛൻ മരിച്ചുപോയി. സന്തോഷിൻ്റെ ആ കണക്ഷനിൽ അവിടെ ഒരു നൈറ്റ് വിജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ, റിസോഴ്സ് പേഴ്സൺസിനെ അറേഞ്ച് ചെയ്യുക. കട അടച്ചിട്ട് ഞാൻ അവിടെ പോകും. ഇതിനിടയ്ക്ക് വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലായിരുന്നു? ഈ PG വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആളല്ലായിരുന്നു? അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഒരു ജോലി കിട്ടുക അത്ര ബുദ്ധിമുട്ടും അല്ലായിരുന്നായിരിക്കുമല്ലോ. അല്ലായിരുന്നു. അപ്പൊ ജോലിക്കൊന്നും ശ്രമിച്ചൊന്നുമില്ലായിരുന്നു? ഞാൻ ആ ഒരു മേഖലയിൽ ഡൽഹിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ ജൂനിയറാണ്. അദ്ദേഹത്തിന് ഇച്ചിരി രാഷ്ട്രീയ കണക്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾ ബിസിനസ് തുടങ്ങാമെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പോയി. അദ്ദേഹമായിട്ട് എനിക്ക് ആശയ പൊരുത്തക്കേടുകളൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ഈ കടയിലോട്ട് വരുന്നത്. അപ്പൻ വിളിച്ച്, കടയിലൊരു പ്രശ്നമുണ്ട്. ആ കടയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ വേറെ ആരും കടയെ ഏറ്റെടുക്കുകയല്ല, നീ തന്നെ നടത്തിയാലേ അത് ശരിയാവുള്ളൂ. പിന്നെ വേറെ തൊഴിലിനൊന്നും അന്വേഷിച്ചില്ല.
നല്ല ഒരു സാമ്പത്തിക അവസ്ഥയിലായിരുന്നു. എല്ലാവർക്കും ഉള്ള ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ് ഫ്ലറിഷ് ചെയ്ത ഇടയിൽ ദൈവവചനവും കൂട്ടായ്മയും ചെയ്തു. അവസാനം എല്ലാം ഭദ്രമെന്ന് കരുതുന്ന അവസ്ഥയിൽ ഈശോയിലെ ആ അറിവിലേക്ക് ഞാൻ വളർന്നപ്പോൾ എനിക്ക് വ്യാപാര സ്ഥാപനത്തിൽ എത്ര ശ്രദ്ധിച്ചാലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ബിസിനസ് നഷ്ടമാകാൻ തുടങ്ങി. ബിസിനസ് നഷ്ടം, വേറെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്കും പിന്നീട് മനസ്സിലായത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ രൂപതയുടെ അന്നത്തെ ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ ഫാദർ തെക്കമുറി അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ എന്നോട് എപ്പോഴും പറയും, എടാ നീ ഇടയ്ക്കൊക്കെ വരുന്നു, ഇതൊക്കെ നല്ലതാണ്, പക്ഷെ നിന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് നീ നോക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വിളി നമുക്കുണ്ട്, സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി നമുക്കുണ്ട്, അതിന് മാറ്റമില്ല. ഇല്ല. പക്ഷെ അതുകൊണ്ട് ജോലിയോ ബിസിനസ്സോ ഒന്നും ചെയ്യണ്ട എന്ന് അതിനർത്ഥമുണ്ടോ? ഇല്ല, ഞാനത് തുടരുകയും ചെയ്തു. പക്ഷെ ഫുൾഫിൽ ലാഭത്തിലേക്ക് ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ വിവിധ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, ഞാൻ റിലീവ് ചെയ്യാണ്, നിങ്ങളായിട്ട് നടത്തുക, ഞാൻ ഈ ഒരു വഴിയിൽ പൊക്കോളാം. അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഈ ബിസിനസ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് മാറി. അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷ, അധ്വാനത്തിന്റെ ഭാഗം, ബാക്കിയുള്ള സമയം പ്രാർത്ഥന. അതിരമ്പുഴ കാരിസ് ഭവൻ സ്കൂളിലെ സുവിശേഷ സ്കൂളിൽ പോയി ചേർന്നു. അത് ഒരു നല്ല ഒരു അനുഭവത്തിലേക്ക്, അറിവിലേക്ക്, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്കൊക്കെ നയിച്ചു. പിന്നെ ഇന്റർ ഡയോസിഷൻ ലേ പ്രീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം 3 രൂപതകളിലൂടെ കൂടി നടത്തി, അതിനകത്ത് പങ്കെടുത്തു. അതിനകത്തെല്ലാം ഒരു നല്ല ഇതിലേക്ക് വന്നു. അപ്പൊ ഇതിലേക്കൊക്കെ പോകുമ്പോൾ ഈ ബിസിനസ് നിർത്തിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്. അപ്പൊ ഭാര്യ ഇതിനെ എങ്ങനെ അനുകൂലിച്ചോ അതോ പ്രതികൂലിച്ചോ? തീർച്ചയായിട്ടും പ്രതികൂലമായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ചിന്തിക്കുമല്ലോ, നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ കൂട്ടായ്മയ്ക്കിടയില് മരിയാസദനത്തിന്റെ പുനരധിവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വാടക വീട്ടിൽ സന്തോഷം തുടങ്ങിയപ്പോൾ അതിനകത്ത് സഹായിക്കാനും അങ്ങനെ ഒരു നല്ലൊരു പ്രതിബദ്ധതയിലേക്ക് കർത്താവ് നയിച്ചു. അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അവിടുന്ന് വാടക വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വീട് വെക്കാൻ വെച്ചിരുന്ന 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. സന്തോഷം അത് വന്ന് ചോദിച്ചു, ഓ ചേട്ടാ ഇതിലേക്ക് മാറ്റാമോ? അപ്പം ശരിക്കും അത് മൊത്തത്തിൽ ഉള്ള ഒരു സ്ഥലമാണ്, എൻ്റെ പേരിലാണ് വാങ്ങിയതെന്ന് പറഞ്ഞാലും പക്ഷെ എനിക്ക് അതിനകത്തൊരു നോ പറയാൻ പറ്റിയില്ല. ഞാനത് യേശു പറഞ്ഞു, അത് ട്രസ്റ്റിന് എഴുതി കൊടുത്തു. പൈസയുടെ കാര്യമൊന്നും ഉദ്ദേശിച്ചല്ല, പക്ഷെ അത് പൈസ പയ്യെ അത് സന്തോഷം തിരിച്ചു തന്നു. വീട് വെക്കാൻ വെച്ചിരുന്ന ആ സ്ഥലം അതിന് കൊടുത്തപ്പോൾ അതെല്ലാം വീട്ടിൽ വലിയ വിഷയങ്ങൾ ഒക്കെ ആയി. അങ്ങനെയാണ് ഞാൻ പിന്നെ കുടുംബക്കാരൊക്കെ അതിനെ എതിർത്തെന്ന് പറഞ്ഞാൽ നീ ചെയ്തത് ശരിയായില്ല. നമ്മളെ ഒരിക്കലും അങ്ങനെ കണക്കാക്കുന്നില്ല, സ്നേഹത്തിൽ തന്നെ. അതുകൊണ്ട് ഞാൻ വ്യാപാരം അവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ചെറിയ അപ്പം അങ്ങനെയുള്ള പരിപാടിയിലേക്കൊക്കെ പോയി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു തെരഞ്ഞെടുപ്പ് അത് ദൈവം നയിച്ചതായിരുന്നു. ദൈവവചന ശുശ്രൂഷയിലേക്ക്, സുവിശേഷ സ്കൂളുമായിട്ടുള്ള ബന്ധങ്ങൾ, രൂപതയുടെ വിവിധ മിനിസ്ട്രികളിലുള്ള പ്രവർത്തനങ്ങൾ, ക്രിസ്തുജ്യോതി പാല ചെത്തിമറ്റം, താബോർ കൊടുമ്പിടി, പാമ്പാടി ഗുഡ് ന്യൂസ്, ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ശുശ്രൂഷയിലേക്ക്, റെസിഡൻഷ്യൽ റിട്രീറ്റിലേക്ക് കർത്താവ് നയിച്ചു. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അനുദിനം ദൈവം പരിപാലിക്കുന്ന വലിയ അനുഭവമായിരുന്നു. മൂത്ത മോന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ഒരു ബിസിനസ്സും അതിൽ നിന്നുള്ള വരുമാനവും ഒക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അതെല്ലാം ഇട്ടച്ച് മാറുമ്പോൾ ഭീകരമായ ഞെരുക്കങ്ങൾ വരുമല്ലോ. നല്ല ഞെരുക്കങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റി? ശരിക്കും അനുദിന ബലിയർപ്പണവും അനുദിന വചനവായനയും. അല്ല, ഇത് രണ്ടും ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഭക്ഷിക്കാൻ കിട്ടണമെന്നില്ലല്ലോ. ഇല്ല, അത് സാധാരണ മനുഷ്യരുടെ സംശയമാണിത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോയത്? അത് തീർച്ചയായിട്ടും നമുക്ക് ചെറുതായിട്ടാണല്ലോ ഇച്ചിരി അപ്പത്തിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ അപ്പം ഉണ്ടാക്കി ഓർഡർ അനുസരിച്ച് കൊടുക്കുക. ആ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കുറച്ചു കാലേ പോയുള്ളൂ. അന്നേരം ശ്രീമതിക്ക് ഞങ്ങള് ഈ നവീകരണ അനുഭവം, അവളെ ധ്യാനമൊക്കെ കുടിച്ച് 3ാമത് കുട്ടി ഒരു
7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഉണ്ടായി. ആദ്യം 2 കുട്ടികളെ 34-ലാണ് ഞാൻ ഈ ആദ്യം വചനം കേൾക്കുന്നത്. അപ്പൊ ആ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ പരിപാടി സ്റ്റോപ്പായെങ്കിലും മൂന്നാമത്തെ കുട്ടി ഗർഭത്തിലായി കഴിഞ്ഞപ്പോഴത്തേനും ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ ബിസിനസ് സ്റ്റോപ്പായി. അപ്പം ശരിക്കും ഞാൻ വേറൊരു തൊഴിൽ അന്വേഷിച്ചു. ഹോട്ടൽ ഫീൽഡിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് ഇവിടെ ഏറ്റുമാനൂർ അർക്കാഡിയ ഗ്രൂപ്പ്സിൻ്റെ ഒരു പുതിയ ഹോട്ടലിൻ്റെ ചാർജായിട്ട് 2 മാസം കഷ്ടി പോയോളം തോന്നുന്നു. എൻ്റെ കൈക്കൊരു പ്രോബ്ലം എല്ലാം ഉണ്ടായി. ശാരീരികമായ ഒരു നല്ല പ്രതിസന്ധിയിലേക്ക് വന്നു. അത് റിക്യൂപ്പറേറ്റ് ചെയ്ത് മെനയായി വന്നപ്പോൾ രാജി മാത്യു പാംപ്ലാനി, റോഡ് കോൺട്രാക്ടർ, അദ്ദേഹത്തിൻ്റെ യാർഡ് മാനേജരായിട്ട് പിന്നെയും ജോലിയിലേക്ക് പോയെങ്കിലും ഈ പ്രശ്നം പിന്നെയും വന്നു. എൻ്റെ നട്ടെല്ലിൻ്റെ ഈ കശേരുക്കൾ അകന്നിട്ട് ഡിസ്ക് പ്രൊലാപ്സിലേക്കെല്ലാം അത് വന്നു. ചികിത്സ ഒക്കെ ആയിട്ടൊരു വർഷം എന്ന പോലെയൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു. 1 മാസം ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ശുശ്രൂഷാ വേദികളിലെ ആ ഒരു സമർപ്പണം അനേകരിലൂടെ സാമ്പത്തിക മേഖലകൾ ബന്ധക്കാരിൽ നിന്നും സഹോദരങ്ങളും അത് മനസ്സിലാക്കി എന്നെ സഹായിച്ചിരുന്നു. ഇതിനിടയിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിന് മുമ്പ് അങ്ങ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ വിശുദ്ധ നാടുകളിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ഏജൻസിയോ മറ്റോ തുടങ്ങുന്നുണ്ട്, ജോലി ചെയ്യാൻ മറ്റോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിനുണ്ടായ ഒരു കാരണം ദൈവം നയിച്ചതാണ്. തൊഴില് ഈ രണ്ടാമത്തെ തൊഴിൽ മേഖലയും എനിക്ക് ശാരീരികമായി പറ്റാത്തതുകൊണ്ട് നല്ല ഇടവക ബന്ധമുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും എന്നെ അൾത്താര ബാലസംഘത്തിൽ അവിടെ ഉണ്ട്, ഞാനുണ്ട്. ആളില്ലാത്തപ്പം തീർച്ചയായിട്ടും കൂടും, കുർബാനയ്ക്ക് കൂടും, പിള്ളേരില്ലാത്തപ്പം. അപ്പം അച്ഛൻ എന്നോട്, കൊച്ചച്ഛൻ പറഞ്ഞു, ബാബുച്ചേട്ടാ ഇങ്ങനെ KCBCയുടെ വൊക്കേഷൻ കമ്മീഷനിൽ ഒരു കറസ്പോണ്ടന്റിനെ ആവശ്യമുണ്ട്, വലിയ ശമ്പളമൊന്നും കിട്ടിയില്ല. ഞാനത് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചു. ഡയറക്ടറസിനെ പോയി കണ്ടു. ഫാദർ രാജു ചക്കനാട്ട്, SDB, അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇതേയുള്ള സാഹചര്യമൊക്കെ അത് വീണ്ടും ഒരു നല്ല കൃപയിലേക്ക്, അനേകം കണക്ഷൻസിലേക്ക് ഒക്കെ വന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകൻ ചെയ്തുകൊണ്ടിരുന്ന ഹോളി ലാൻഡ് ടൂർ പാക്കേജ് ഭരണങ്ങാനത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസ് ടേക്കപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാൻ അച്ഛനോട് പങ്കുവെച്ചപ്പോൾ കുഴപ്പമില്ലല്ലോ, തൊട്ടടുത്തല്ലേ, നമ്മുടെ ഇത് എന്ന് വെച്ചാൽ കറസ്പോണ്ടൻ്റ് ഉണ്ട്, ഫോൺ നമ്പർ കൊടുത്താൽ മതി. അതൊരു എനിക്കൊരു അധിക വരുമാനത്തിലേക്ക് കർത്താവ് നയിച്ചു. ഇദ്ദേഹത്തിന് പാരാലിസിസ് ഉണ്ടായി. പിന്നെ ഞാൻ ആളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു, കർത്താവ് നയിച്ചു. അപ്പം ഈ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം അറേഞ്ച് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. അറേഞ്ച് ചെയ്തു. 18 തവണ ഗ്രൂപ്പിനെ കൊണ്ടുപോയി അവിടെ വചനം പറയാനും ഈ ബൈബിളിൽ എഴുതപ്പെട്ടത് അത് നേർക്കാഴ്ചയിൽ ഈശോ നടന്ന സ്ഥലം, ഈശോ പ്രസംഗിച്ച സ്ഥലം, ഈശോ കുരിശിലേറിയ സ്ഥലം, ഇതെല്ലാം കാണാനും അനുഭവിക്കാനും 18 തവണ ജനങ്ങളെ കൊണ്ട് പോയി ഈ ടൂർ ഓപ്പറേറ്റിങ്ങിലൂടെ. അപ്പൊ എൻ്റെ ഭാഷയുടെ ഇംഗ്ലീഷ്, ഹിന്ദി, അത്യാവശ്യം തമിഴ്, ഇങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകൾ വരുമ്പോഴും അവരോടൊക്കെ പറയാൻ തക്കവണ്ണം ചെറുപ്പത്തിൽ കിട്ടിയ വിദ്യാഭ്യാസം, ഭാഷാപരമായിട്ടുള്ള അറിവ്, ഇതൊക്കെ ഇവിടെ പ്രയോജനപ്പെടുകയാണ് ഇപ്പം. അപ്പൊ എൻ്റെ ശ്രീമതി പറയുമായിരുന്നു, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഒരു ജോലിക്ക് പോയില്ലല്ലോ, ഇത്രയും ഭാഷ അറിയാവിട്ട്. ഞാൻ പറഞ്ഞു, എടി ഇപ്പം മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ ദൈവം നയിച്ച് 18 തവണ പോയി. ഈശോ നടന്ന വഴികളൊക്കെ ഇപ്പൊ നല്ല പരിചയമായി കഴിഞ്ഞു. ബലിയർപ്പിക്കുമ്പോ ഞാൻ ആ ഒരു മൂഡിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഗത്സമനിയിലെ ഈശോ പ്രാർത്ഥിക്കുന്നത് സമർപ്പണ സമയം, കാഴ്ചവെപ്പിന്റെ സമയം, നമുക്ക് ആ സ്ഥലം അറിയാവുന്നതുകൊണ്ട് അതറിയാതെ ഒരു ഫിഗർ പോലെ വരിക എന്നില്. പിന്നെ തിബേരിയാസ് തീരം, ഈശോ ഏറ്റവും കൂടുതൽ വചനം പ്രസംഗിച്ച് അപ്പം വർദ്ധിപ്പിച്ച സ്ഥലം, ഇതൊക്കെ അന്നേരം സുവിശേഷം വായിക്കുമ്പോൾ ഇതൊക്കെ അന്നേരം വരികയാണ്, മനസ്സിൽ വരികയാണ്. ഇപ്പം ഗേറ്റ്സ് ഓപ്പൺ ആണ്, പലരും എന്നെ വിളിക്കുന്നുണ്ട് വീണ്ടും കോർഡിനേറ്റ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു. ഇപ്പം മുൻപോട്ടുള്ള വഴികളെയൊക്കെ ദൈവം ഇങ്ങനെ അതിശയകരമായിട്ട് നമ്മളെ നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കുറെ വിദ്യാഭ്യാസവും അറിവൊക്കെ കിട്ടിയെങ്കിലും അത് ആ കാലഘട്ടത്തിൽ പ്രയോജനപ്പെട്ടില്ല. പക്ഷെ ഇപ്പോ ഈ ടൂർ പ്രോഗ്രാം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലായി.
ഞാൻ ഇതിനിടയ്ക്ക് ഈ മൊബൈൽ റീചാർജ് ആക്സസറീസ് അങ്ങനെ ഒരു കട നടത്തിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു കാര്യം, ഈ പ്രീപെയ്ഡ് നേരത്തെ മുൻകൂർ അടക്കുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി എല്ലാം കർത്താവ് മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സംശയം, ഈ ഓരോ ബിസിനസ്സും തുടങ്ങുമ്പോൾ അതെല്ലാം കുറച്ചു നാൾ മുന്നോട്ട് പോകുന്നു, പിന്നീട് അത് പരാജയത്തിലേക്ക് പോകുന്നു, പിന്നീട് അത് നിർത്തേണ്ടി വരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം നിലവില് ഒന്നും ചെയ്യുന്നില്ല. ദൈവവചന ശുശ്രൂഷ അതിൽ ആഴപ്പെട്ട് നിൽക്കുന്നു. വീണ്ടും ഈ ടൂർ ഓപ്പറേറ്റിംഗ് പരിപാടി പുനരാരംഭിക്കാനായിട്ടുള്ള പദ്ധതി വല്ലതും ഉണ്ടോ? വിദേശത്തുള്ള 2 ഏജൻസികൾ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയ ഗ്രൂപ്പ്സ് വിശാഖപട്ടണം, ചെന്നൈ, പിന്നെ നമ്മുടെ വിത്തിൻ കേരള, എല്ലാവർക്കും ഒരു അനുഭവമാണ്. ബ്രദർ അത് വീണ്ടും തുടങ്ങണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും, കാരണം അതിലൂടെ നമ്മൾക്ക് ലക്ഷ്യമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അവിടെ പോയി സ്ഥലങ്ങൾ കാണുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ പോകുന്ന വ്യക്തികളോട് നമുക്ക് ആ സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നന്നായിട്ട് സുവിശേഷം പറയാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. കോവിഡ് കടന്ന് ഗേറ്റ് അടച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉള്ളിലെ പ്രാർത്ഥനയായിരുന്നു, എൻ്റെ ഈശോയെ ഒരു തവണ കൂടെയെങ്കിലും എന്നെ അവിടെ ഒന്ന് എത്തിക്കണേ. കാരണം ഇത് മനസ്സിലാക്കി ഇത് നയിച്ചു പോകുമ്പം നമുക്ക് ആ സാന്നിധ്യം, ആ സ്പർശനം അനുഭവിച്ചൊന്ന് ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആരുടെ കൂടെയൊന്ന് പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പം വഴി തുറക്കുന്നു എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. ബ്രദറിന്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷാപരമായിട്ടുള്ള ബന്ധത്തിൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു സന്ദർഭം ഏതായിരിക്കും? ശുശ്രൂഷ ജീവിതത്തിൽ സന്തോഷം തോന്നിയത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച ആളാണ്. ആ പാസ്പോർട്ട് ജോലിക്ക് വേണ്ടി പോകാൻ ജോലിക്ക് വേണ്ടി ആ പാസ്പോർട്ടും നഷ്ടപ്പെട്ടു, എൻ്റെ SSLC ബുക്കും നഷ്ടപ്പെട്ടു. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വിത്തിൻ 1 വീക്ക് എടുത്ത ആ പാസ്പോർട്ടിൽ കർത്താവ് എന്നെ 18 തവണ അവിടെ കൊണ്ടുപോയി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് വിവിധ ആൾക്കാരോട് വിവിധ ഭാഷകളിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കാനും, അത് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് ദൈവവചന വ്യാഖ്യാതാക്കളുടെ പിതാക്കന്മാരുടെ ഒക്കെ ആ പഠിപ്പിക്കലോട് ചേർന്ന് പറഞ്ഞു കൊടുക്കാൻ, അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ തന്നെ തിരിച്ചൊന്നുകൂടെ ചോദിക്കട്ടെ, ഈ ശുശ്രൂഷകരുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരുമല്ലോ. തിരസ്കരിക്കപ്പെടുക, തെറ്റിദ്ധരിക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ വേദന തോന്നിയ ഏതെങ്കിലും, വളരെ കഠിനമായ വേദന തോന്നിയ എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ജീവിത പങ്കാളി എപ്പോഴും പറയും, നിങ്ങൾ എത്ര നന്നായി ജീവിച്ചതാ. ഒരു 4 വർഷം വരെ അങ്ങനെയായിരുന്നു. കയറിക്കിടക്കാൻ ഇപ്പം വീടില്ല, പിള്ളേരൊരു സ്ഥലത്ത് എത്തിയിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും? ജീവിത പങ്കാളിയുടെ ഗൃഹത്തിൽ നിന്നും ഒക്കെ ഇത് ഇവൻ്റെ ഒരു എസ്കേപ്പിസം മെത്തേഡാണ്, ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. നമുക്ക് പല വിമർശനങ്ങളും നന്നായി മുറിപ്പാട് കിട്ടുന്ന രീതിയിൽ സ്വന്തക്കാരിൽ നിന്നും സതീർത്ഥ്യരിൽ നിന്നും, എൻ്റെ BSc മാത്തമാറ്റിക്സ് കൂട്ടുകാർ ഒരു നല്ല ബെൽറ്റാണ്, അവരെല്ലാം എന്നെ എപ്പോഴും ഊശിയടിക്കും. ആ സമയത്ത് വലിയ വേദന തോന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും വേദന അടിക്കും. അന്നേരം കർത്താവ് എനിക്ക് തന്നെ എങ്ങനെയാ അതിജീവിക്കാൻ പറ്റിയത്? ഞാൻ ശരിക്കും എന്തിരുന്നാലും ഈ ഒരു നിഷ്ഠയുണ്ടായിരുന്നു. കഴിവതും ദിവികാരൻ്റെ സന്നദ്ധിയിൽ ബലിയർപ്പണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വേള 1 മണിക്കൂർ മിനിമം ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നോട് സംസാരിച്ചത് തന്നെയെന്ന്, ഞാനിരുന്ന് ഉറങ്ങിയായിരുന്നു. എന്നെ തട്ടി ഏൽപ്പിച്ചിട്ട് വേദപുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. എടുത്ത് വായിച്ചപ്പോൾ കിട്ടിയ വചനം 48:10 യെശയ്യാ. കഷ്ടതയുടെ ചൂളയിൽ സ്വർണമഗ്നിയിൽ ശോധന ചെയ്യുന്നത് പോലെ കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എനിക്ക് വേണ്ടി മാത്രം. എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കില്ല. അപ്പം ഇങ്ങനെ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വളരെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ വയ്യാത്ത സാഹചര്യം, ചില സമയങ്ങളിൽ അത്യാവശ്യം ഇച്ചിരി ഇറച്ചി മീനും മേടിക്കാൻ വയ്യാത്ത സാഹചര്യം. ഇതിനൊക്കെയും
ദൈവത്തിൽ ശരണപ്പെട്ട് പരാതികളൊക്കെ ഈശോയ്ക്ക് കൊടുത്തു നിൽക്കുമ്പോൾ അതിനൊരു പോംവഴി അടുത്ത നിമിഷം ഉണ്ടായതേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ആ വലിയ പരിപാലനം ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട്. മോള് PGക്ക് ചേരാനായിട്ട് അവൾക്ക് നല്ല മെരിറ്റ് ഉണ്ടായിരുന്നു. സെൻറ് തോമസിൽ അഡ്മിഷൻ കിട്ടി. ഇമ്മീഡിയറ്റ് ആയിട്ട് ചേർക്കണം. മിനിമം ഒരു 10,000 രൂപ വേണം എല്ലാ കാര്യങ്ങൾക്കും കൂടെ. അപ്പോൾ എന്നെ KST എമാവുസിൽ നിന്ന്, ഞാൻ അതിൻ്റെ പാരിഷ് മിനിസ്ട്രി സെക്രട്ടറി ആയിരുന്നു. അപ്പം ഒരു ശുശ്രൂഷയ്ക്ക് നമ്മുടെ കോർഡിനേറ്റർ സാറ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു പ്രതിസന്ധിയുണ്ട്, ഞാൻ എന്നാ ചെയ്യണ്ടേ? ഉടനെ അത് ക്രമീകരിക്കപ്പെട്ടു. അപ്പം നമ്മൾ ഒന്നും മുൻകൂട്ടി കരുതി വെക്കാനോ തേടി വെക്കാനോ ഇല്ല. അനുദിനം എന്നെ പരിപാലിക്കുന്ന തമ്പുരാനാണ്. പ്രതിസന്ധി വളരെയേറെയുണ്ട്. അത് കർത്താവിന് വേണ്ടിയാണ് എന്നുള്ളത്, ഈ ശരിയായ അറിവിലേക്ക് വരാനാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ ആയിട്ടില്ല, എനിക്കറിയാം. വീണ്ടും ഇതുപോലെ നമുക്ക് ഈ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനുള്ള ഒരു ടൂർ ഓപ്പറേറ്റിംഗ് പ്രോഗ്രാം തുടങ്ങാൻ സാധിച്ചാൽ അങ്ങ് ആ ഒരു മാർഗം തിരഞ്ഞെടുക്കൂ? തീർച്ചയായിട്ടും. അതിനെന്ന് വെച്ചാൽ ഒരു അടയാളം കർത്താവ് തന്നു. റാസൽ ഖൈമയിൽ വർക്ക് ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൺവേർട്ടഡ് ബ്രാഹ്മിൻ, അദ്ദേഹം എൻ്റെ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യണം. ഇപ്പോൾ ഗേറ്റ്സ് ഒക്കെ ഓപ്പൺ അല്ലേ, സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വെച്ചിരിക്കുന്നു. അങ്ങയുടെ ഈ കഴിഞ്ഞകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയെ ശരിക്കും കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, ഒരു ഭക്തജീവിതമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പൊ ആ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ബിസിനസ് കാര്യങ്ങള്, വരുമാനം എല്ലാം ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതായത് പിന്നീട് വലിയ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു, കഷ്ടതകളിലേക്കൊക്കെ വന്നു, വലിയ ഞെരുക്കങ്ങൾ വന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങ് ജീവിതത്തിൽ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും ഞാൻ സംതൃപ്തനാണ്. കൂടെ നിൽക്കുന്നവർക്ക് ഇപ്പോഴും അവനൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ദൈവം എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ എൻ്റെ മോൻ ഉന്നത വിദ്യാഭ്യാസം പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റി. മൂത്ത മോന് ബിടെക് കഴിഞ്ഞ് സിവിൽ സർവീസ് പഠനത്തിലേക്ക് പോയി. പ്രിലിമിനറി അവൻ ജയിച്ചു. പിന്നെ 2 ചാൻസിൽ കയറിയില്ല. ഇപ്പോൾ ബാങ്ക് ഓഫീസറാണ്, ട്രെയിനിങ്ങിലാണ്. അവൻ്റെ മാര്യേജ് കഴിഞ്ഞു. അവളും ബിടെക് ഹോൾഡറാണ്, ജോലിക്കാരത്തിയാണ്. ഒരു മോള് അവള് പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മിടുക്കിയായിരുന്നു. ഫുൾ A+ ഒക്കെ വാങ്ങി. സെൻറ് തോമസിൽ നിന്ന് PG കഴിഞ്ഞ് നെറ്റ് പാസ്സായി. തേവര കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിച്ചു. ഇപ്പോൾ അവിടെ PhD ഫൈനൽ ഇയറിലേക്ക് വന്നിരിക്കുന്നു. അവളുടെ കല്യാണം ഇങ്ങനെ ആലോചിക്കുന്നു. ഇളയവന് ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനമൊക്കെ ആയിട്ട് നിൽക്കുന്നു. ബ്രദറിന്റെ മക്കളെയും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ദൈവം വഴി നടത്തി. തീർച്ചയായിട്ടും ഭാവി വളരെ ശോഭനമാകും എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു നന്മ നമുക്ക് നിശ്ചയമായിട്ടും പ്രതീക്ഷിക്കാം. ബ്രദറിന്റെ ശുശ്രൂഷയിലൂടെ ഇതേ സമയത്തിൽ തന്നെ ദൈവം അനേകായിരങ്ങളെ ഇനിയും നേടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ എല്ലാ സംരംഭങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ വിദേശ ടൂർ ഓപ്പറേറ്റിംഗ് ആ കാര്യങ്ങൾ, ഇവിടെ കേരളത്തിലെ ശുശ്രൂഷകൾ, കുടുംബജീവിതം എല്ലാം ഈശോ ധാരാളമായി ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആമേൻ. താങ്ക് യു.